അപ്പോൾ അയാൾ ചെയ്യേണ്ട സംഗതികൾ എന്താണ് യഥാർത്ഥം, അല്ലെ അങ്ങനെ ആ രീതിയിലുള്ള പഠനങ്ങൾ എന്തെങ്കിലും നടന്നതായിട്ട്? ആ രീതിയിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ആ രൂപത്തിൽ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയൻസിൽ ഇവിടെ വളരെ കൃത്യമായി കൊണ്ട് പിന്നെ ഇത് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതാണ് ഇതിലുള്ള ഒരു വലിയ ചില നമുക്ക് വേണേൽ ആലോചിക്കാം, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ നമ്മൾ അവരുടെ ആശയങ്ങൾ അത്ര തന്നെ ശാസ്ത്രവിരുദ്ധമാണെങ്കിൽ അവരങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ അങ്ങനെ അല്ലാത്ത ആളുകളുടെ കൂടി പരിഹാരങ്ങളെ ഇല്ലാതാക്കുകയാണ് ശരിക്കും ഇവർ ചെയ്യുന്നത്. അതായത് ഓക്കെ, ഒരാൾക്ക് ആണിൻ്റെ ശരീരത്തിൽ പെണ്ണായി തോന്നുന്നു, അയാൾ പെണ്ണായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. പക്ഷേ ഒരാൾ വിചാരിക്കുകയാണ് ഒരാൾക്ക് ആണിൻ്റെ ശരീരത്തിൽ പെണ്ണായി തോന്നുന്നു, പക്ഷേ അയാൾക്ക് ആണായി തന്നെ ജീവിക്കാനാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. എന്താ ഇവിടെയുള്ള സൊല്യൂഷൻ? എന്താണ്? അപ്പോൾ അവിടെ ആ സൊല്യൂഷൻ ഉണ്ടോ എന്ന ചർച്ച നടക്കണം, ആ സൊല്യൂഷൻ ഉണ്ടോ എന്ന പഠനം നടക്കണം. പക്ഷെ ഇവിടെ പഠിക്കാൻ അനുവദിക്കില്ല. ഒരുപാട് ആളുകൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ജെയിംസ് കാസ്പിയൻ, അതുപോലെ ഒരുപാട് പിന്നെ വളരെ ഇപ്പോൾ ബാസ്പ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള വലിയ പ്രൊഫസേഴ്സ്, ഈ ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് തന്നെയുള്ള പ്രൊഫസേഴ്സൊക്കെ ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ സ്റ്റഡീസ് തുടങ്ങും, ഒരു 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് സ്റ്റഡീൻ്റെ ഡയറക്ഷൻ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ LGBT പൊളിറ്റിക്സിന് അനുകൂലമായൊരു ഡയറക്ഷനിലല്ല ഇത് പോകുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? എത്തിക്സ് കമ്മിറ്റി ഇടപെടും. നിങ്ങൾ നടത്തുന്ന പഠനം അൺഎത്തിക്കലാകുന്നു, അപ്പോൾ അതുകൊണ്ട് അത് നിർത്തണം, അതിൻ്റെ ഫണ്ടിങ് നിർത്തുന്നു. ഇത് 1-2 അല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതുവരെ ചോദിച്ചാൽ ഡോക്ടർ ഡെബ്രാസോഫ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, സെക്സോളജിസ്റ്റാണ്, ന്യൂറോളജിസ്റ്റാണ്, വലിയൊരു സയൻസ്. അപ്പോൾ അവർ ഈ രൂപത്തിൽ തന്നെ ഈ LGBT പൊളിറ്റിക്സിന് അനുകൂലമല്ലാത്ത രൂപത്തിൽ അവരുടെ സ്റ്റഡീസ് ഇങ്ങനെ പോയപ്പോൾ അവരും ഇത് തന്നെയാണ് അനുഭവിച്ചത്. വലിയ രൂപത്തിലുള്ള പിന്നെ ഹറാസ്മെൻറ്റുകളും അതുപോലെ തന്നെ ബുള്ളിങ്ങുകളും ഇത്തരത്തിലുള്ള ഫണ്ട് തടയലുകളും ഒക്കെ ആയി അവസാനം അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ അവരുടെ അക്കാദമിക് കരിയർ അവസാനിപ്പിച്ചു. പഠനം നിർത്തി ജേർണലിസത്തിലേക്ക് കടന്ന് എൻഡ് ഓഫ് ജെൻഡർ എന്നൊരു പുസ്തകം ഇപ്പോഴും വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകമാണ്. അങ്ങനെ ഒരു പുസ്തകം എഴുതി ഒരു ജേർണലിസത്തിലേക്ക്, ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അപ്പോൾ അതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇതിന് വിരുദ്ധമായ പഠനം എന്തായാലും സാധ്യമല്ല. അക്കാദമിക്സിൽ നമുക്ക് സത്യസന്ധമായി ഒരു അൺബയാസ്ഡായി പഠിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പോയിട്ട് അതാണ് ഇവരുടെ ഈ പറയുന്ന ഒരു ധൈര്യം എന്നൊക്കെ തോന്നുന്നില്ല, അവർക്ക് കറേജ് കൊടുക്കുന്നത്. കാരണം അവർക്ക് വേണ്ട, അതായത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള റിസർച്ചുകളാണ്. അല്ല, അവരിപ്പോൾ ഇപ്പം ഞാനൊരു ഇതിൽ കേട്ടു, ഈ ഇങ്ങനെയുള്ള ജെൻഡർ പിന്നെ റിഗ്രറ്റ്സ് അവരുടെ കമ്മ്യൂണിറ്റി അവർ അത്തരം മൂവ്മെൻറ്റ്സ് നടക്കുമ്പോൾ അവർക്കെതിരെ വരെ പിന്നെ ശാരീരികമായി വരെ ആക്രമണങ്ങൾ പല രാജ്യങ്ങളിലും നടന്നു എന്നുള്ളത്. ഈ റിഗ്രറ്റ് കമ്മ്യൂണിറ്റീസ് ഒക്കെ പറയുന്നത് ഈ ഒരു LGBT ഐഡിയോളജിക്ക്